ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു മൂവി റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡ്രാമാറ്റിക് ആയിപ്പോ അല്ലേ? പക്ഷേ ഈ പടം കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഡ്രാമാറ്റിക് ആയിപ്പോവും. പക്ഷേ വളരെ അധികം ഡ്രാമാറ്റിക് ആയിട്ടുള്ള പടങ്ങളുണ്ട്. പക്ഷേ ഈ പടം അത്ര വലിയ ഡ്രാമാറ്റിക് ഒന്നും അല്ല. നമുക്കൊരു മുത്തശ്ശി കഥ കേൾക്കുന്ന പോലെ, പണ്ട് നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ മാടിൻ്റെയും മറുതയുടെയും പ്രേതത്തിൻ്റെയൊക്കെ കഥകൾ പറഞ്ഞു തന്ന് നമ്മൾ കേട്ടിരുന്ന ആ ഒരു ലാഘവത്തോടുകൂടി നമുക്ക് ഈ പടം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. എന്നെ സംബന്ധിച്ച് ഈ പടം കാണാൻ പോയപ്പോഴേക്കും ഒരുപാട് രാവിലെ ഫസ്റ്റ് ഷോ കഴിഞ്ഞവരുടെയും ഓഫീസിൽ ഈ പടം കണ്ട് റിവ്യൂ കേട്ടവരുടെയൊക്കെ ഭയങ്കര ഡിഗ്രേഡിങ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ പടത്തിന് ഒറ്റയ്ക്ക് പോയി. സാധാരണ പടങ്ങൾക്ക് ഞാൻ ഒറ്റയ്ക്കാണ് പോകണം, എനിക്കതാണ് ഇഷ്ടം. കാരണം പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ നിന്ന് കൂട്ടുകാരൻ ആരെങ്കിലും വിളിച്ചിട്ട് അതിൻ്റെ ആസ്വാദകൻ മികവ് നശിപ്പിച്ച് കളയുന്ന വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എനിക്ക് പടം നഷ്ടപ്പെട്ടു. പക്ഷേ ഈ പടം കാണാൻ നേരത്തും ഇതേപോലെ ഒരുപാട് സൈഡിൽ നിന്ന് ഒരുപാട് ആളുകൾ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ. പക്ഷേ എനിക്ക് പടത്തിനെ പറ്റി പറയുമ്പോഴേക്കും ലിജോ ജോസ് പള്ളിശ്ശേരിയുടെ പടങ്ങൾ ഇറങ്ങിയതിൽ വെച്ച് ഏറ്റവും നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന ഒരു സിനിമ തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ. എന്ത് ഫ്രെയിമാണോ വെച്ചേക്കുന്നത് അതിൻ്റെ അകത്ത്? ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി വൈഡ് ഫ്രെയിമിൻ്റെ അകത്ത് സബ്ജക്റ്റ് ഏറ്റവും സെൻട്രലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ഒരു ഒരു മൂവി കാണുന്ന ഒരു ഫീൽ തന്നെയാണ് നമുക്ക് വരുന്നത്. ഭയങ്കര ഫ്രഷാണ്, കളർഫുള്ളാണ്. പിന്നെ നൈറ്റ് സീനുകൾ ഈ പടത്തിൻ്റെത് വേറെ ലെവലാണ് കേട്ടോ. VFX ആണോ എന്താണെന്നറിയില്ല, നൈറ്റ് സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നതൊക്കെ സൂപ്പറാണ്. പിന്നെ സൗണ്ട് എഫക്റ്റുകൾ അടിപൊളിയാണ്. BGM നോർമലി തുടക്കം എന്നുള്ള അവസാനം വരെ ആ ഒരു BGM ഇല്ലേ ട്രെയിലറിലൊക്കെ കാണുന്നത്, ആ BGM ഒക്കെ തന്നെയാണ്. പക്ഷേ ചെറിയ ചില സൗണ്ടുകളൊക്കെ ഉണ്ട്, ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സൗണ്ട് ഉണ്ട്. അതൊക്കെ കേൾക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അമാനുഷികമായിട്ടുള്ള ആള് ഇതേപോലെ ഒരു പല പല നാടുകളിൽ പോയി മത്സരിക്കുന്ന ഒരു കഥയാണ് പറയുന്നത് ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതിനെപ്പറ്റി നമ്മളൊരു കഥയിൽ ചോദ്യമില്ല എന്നൊക്കെ പറയില്ലേ, അതേപോലെ തന്നെ നമ്മൾ അങ്ങനെ ഒരു കഥയിൽ ചോദ്യം കാണേണ്ട കാര്യമില്ല. ഇറ്റ്സ് ജസ്റ്റ് എ ഫാൻറ്റസി മൂവി. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ ഈ പടം നമ്മൾ കാണണം. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ്. പാട്ടുകളൊന്നും എനിക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല. പാട്ടുകളൊക്കെ ഭയങ്കര ശോകം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എന്തിനോ വേണ്ടിയിട്ട് 2-3 ഐറ്റം സോങ് പോലത്തെ ഒരു സാധനം കയറ്റിയിട്ടുണ്ട്. അത് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നോ എന്നറിയില്ല. അതിന് വരെ നല്ല പാട്ടുകൾ ഇട്ടിരുന്നേ കൊള്ളായിരുന്നു. എന്തായാലും പിന്നെ ആക്ഷൻ സീനുകളൊക്കെ ആണെങ്കിലും നല്ലതാണ്. നല്ല മികച്ചു നിൽക്കുന്ന ആക്ഷൻ സീനുകളാണ്. ചെറിയ കളരിപ്പറ്റ് അങ്ങനത്തെ ടൈപ്പ് ആക്ഷൻ സീനുകളാണ്. പിന്നെ സെക്കൻഡിലെ ഒരു ആക്ഷൻ സീനൊക്കെ കുറച്ച് തള്ളു കൂടിപ്പോയെന്നാണ് എനിക്കൊരു സംശയമുണ്ട്. കൂടിപ്പോയതാണ്. പിന്നെ ഫാൻറ്റസി മൂവി ആയതുകൊണ്ട് നമ്മൾ ആ രീതിയിൽ കണ്ടാൽ മതി അതിനെ. പിന്നെ ലാലേട്ടൻ്റെ അഭിനയത്തിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കണ്ണ് ബ്ലൈൻഡായി പോകുന്ന ഒരു പ്രശ്നം വരുന്ന ഒരു സീനുണ്ട്. അത് കാണുമ്പോൾ പഴയ നമ്മൾ ആ യോധയിലെ ലാലേട്ടൻ ഇങ്ങനെ കണ്ണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കൂലേ, ആ ഒരു ഫീല് നമുക്ക് ആളങ്ങനെ എനിക്ക് ആ സിനിമ യോധ മൂവി റിമെമ്പറായി ഓർക്കാൻ പറ്റി. അപ്പോൾ എന്തായാലും ഒരുപാട് ഡീഗ്രേഡിങ്ങൾ പടത്തിനുണ്ടെങ്കിൽ തന്നെയാണെങ്കിലും ഞാൻ ഈ 2024 ഒരു മലയാളം പടം ഇത്ര തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഒരു ഫസ്റ്റ് പടമാണ് മലൈക്കോട്ടെ വാലിബൻ. എന്തായാലും ഞാൻ ഒരിക്കലും ഒരു ലാലേട്ട ഫാനൊന്നും അല്ല കേട്ടോ. നിങ്ങളിപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി നല്ല പറയുമ്പോൾ നിങ്ങളോർക്കും ഞാൻ ലാലേട്ട ഫാനാണ്. പക്ഷെ എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ ലാലേട്ട ഫാനല്ല. ഞാൻ അടുത്ത മാസം ഒരു പടം വരുന്നുണ്ട്. അതിനുവേണ്ടി നല്ല വെയിറ്റിംഗ് ആണ്. ബ്രഹ്മയുഗം എന്നാണ് പടത്തിൻ്റെ പേര്. ഹോസ്റ്റലർ എല്ലാവരും കണ്ടു കാണുമല്ലോ, നല്ലൊരു പടം തന്നെയാണ്. പക്ഷെ കുറേ പേർക്ക് അതും ഡീഗ്രേഡിങ് ആണ്. ഇവന്മാർക്കൊക്കെ ദഹിക്കുന്ന രീതിയിൽ പടങ്ങൾ ഇറക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവസ്ഥയാണ്? കുറേ ആക്ഷൻ മാസ് അത് തന്നെയാണോ വേണ്ടത്? അതൊന്നുമല്ല. ചില സമയത്ത് ഇങ്ങനെ കുറച്ച് ക്ലാസി ഐറ്റംസൊക്കെ തന്നെ വേണ്ടി വരും. അതാണ് യഥാർത്ഥ ഒരു സിനിമ പ്രേക്ഷകന് വേണ്ടതും അത് തന്നെയാണ്. എന്തായാലും ഈ പടം ഒരു നല്ലൊരു സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവരെയും ആരെയും ഇതെന്ന് നിരാശപ്പെടുത്തത്തില്ല. ചെറിയൊരു എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബീരങ്കി വെച്ചിട്ടുള്ളൊരിങ്ങനെ ഒരു സീനുണ്ട്. അതിലൊക്കെ എനിക്ക് VFX ഒക്കെ ഒരു ബോറായിട്ടൊക്കെ തോന്നി. ഭയങ്കര ബോറായിട്ട് തോന്നി എനിക്ക് ആ സീൻ ഒഴിച്ച്. ബാക്കി മിക്കതൊക്കെ കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നി. അപ്പം എന്തായാലും പടം പോയി
തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ പടം തന്നെയാണ് മലൈക്കോട്ടെ വാലിബൻ. അത് നല്ലൊരു തിയേറ്ററിൽ തന്നെ പോയി തന്നെ കാണണം. അപ്പോൾ എന്തായാലും അടുത്തൊരു മൂവി റിവ്യൂ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, എന്നാലും അടുത്ത പടത്തിൻ്റെ റിവ്യൂ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ദിസ് ഇസ് ബൈ ബൈ ഫ്രം അശ്വിൻ.